ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി പായസം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നും ഞാനൊരു വെറൈറ്റി പായസം കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇഞ്ചി വെച്ചിട്ടുള്ളൊരു പായസമാണ് ഇന്നത്തെ പായസം. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ കുറച്ച് ഇഞ്ചി കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഇഞ്ചിയാണിത്. ഇത് ഇവിടെ നമുക്ക് ലുലുന്ന് കിട്ടും. അത് 3-5 കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പായസത്തിൻ്റെ അരിയില്ലേ, നമ്മൾ തരക്കലരി എന്ന് പറയും. ആ അരി ഇതേ കുറച്ച് സമയം 2 കൈപ്പിടിയാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ ഒരു കട്ടിപ്പാൽ എടുത്ത് വെച്ചിട്ട്, പിന്നെ ഫ്രഷ് മിൽക്ക്, അതേപോലെ ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് നെയ്യും വേണേ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാനിതാ ഈ അരി ഒന്ന് കുക്കറിൽ ഒരു വിസിലടിക്കാൻ വേവിക്കട്ടെ. അടുപ്പിൽ വെച്ച് വേവിക്കാം, പക്ഷേ പെട്ടെന്ന് ആവാൻ വേണ്ടി ഞാൻ കുക്കറിൽ വേവിക്കുവാണ്. അതേപോലെ ഇഞ്ചി ഒന്ന് ഇത് നമുക്ക് തൊലി കളഞ്ഞ് ഗ്രേറ്ററിലൊന്ന് ചെറുങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് മിക്സിയിലിട്ട് അടിച്ചിട്ടും ആക്കാം, പക്ഷേ അത്ര ടേസ്റ്റ് ഇല്ല. ഇതേപോലെ ഗ്രേറ്റ് ചെയ്താകുമ്പോഴാണ് ഇഞ്ചിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിത് രണ്ടും ചെയ്തിട്ട് വരട്ടെ. കുക്കറിലോട്ട് ഈ അരി ഇട്ടിട്ടുണ്ട്. ഇനിയൊന്ന് മൂടിയിട്ട് വിസിലടിക്കട്ടെ. അപ്പം ഞാൻ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അരി വേവിച്ചും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഇതാ അടുപ്പ് കത്തിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ. ഈ നെയ്യിലോട്ട് ഇഞ്ചി ഒന്ന് ആദ്യം നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ എടുത്ത് വെച്ച ഇഞ്ചി ഇതാ ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി ഇതിൽ കിടന്ന് നല്ലപോലെ മൂക്കട്ടെ. നെയ്യിൽ ഇഞ്ചി നല്ലപോലെ മൂത്തു. ഞാനിതാ അതിലോട്ട് നമ്മളിവിടെ വേവിച്ച് വെച്ച റൈസ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കാം. കൂടി ഇതിൽ നല്ലപോലെ മിക്സായി. ഇനി നമുക്ക് ഇത് ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള എത്രയാണെന്ന് നോക്കിയിട്ടെ. ഞാനിത് 1.5 തവി ഈ തവിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കര. ഇനി ശർക്കരയിൽ കിടന്ന് നമ്മൾ ഇഞ്ചിയും ഈ റൈസും കൂടെ നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. ശർക്കരയിൽ കിടന്ന് ഇതാ നമ്മുടെ ഇഞ്ചിയും റൈസും ഒക്കെ നല്ലപോലെ വറ്റി ശർക്കര ഇതിലോട്ട് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, കട്ടി തേങ്ങാപ്പാലാണ്, 1-ാം പാൽ മാത്രമേ ഉള്ളൂ. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ലാസ്റ്റ് നമുക്ക് പശുവും പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്നൊന്ന് നല്ലപോലെ തിളക്കട്ടെ. ഇതേ നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ ഇഞ്ചി പായസം നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ആ ഇഞ്ചിയുടെ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി. ഇഞ്ചിയുടെ ആ എരിവൊക്കെ ഉണ്ട് ഇതിൽ. എന്തായാലും ഇഞ്ചിയുടെ എരിവ് ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് നല്ലപോലെ വരുന്നുണ്ട്. ഇനി ഞാനിത് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കട്ടെ. നമ്മുടെ മധുരം ബാലൻസിങ്ങിന് വേണ്ടി ഞാനെപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്രഷ് മിൽക്ക് പശുവും പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ തേങ്ങാക്കൊത്ത് മാത്രമേ ഞാൻ ഇതിൽ വറുത്തിടുന്നുള്ളൂ. ഏലക്കാപ്പൊടി ഇടുന്നില്ല കേട്ടോ. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് വേണ്ട. എന്തായാലും ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്യട്ടെ. ഞാനിത് അടുപ്പ് ഓഫ് ചെയ്തേ. ഇനി ഇതിലോട്ട് ഇത് നമ്മൾ എടുത്തു വെച്ച ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് വെച്ചില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ഇന്നത്തെ ഇഞ്ചി പായസം റെഡിയായേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതേപോലെ ഇത് നല്ല ടേസ്റ്റാണ്, വയറിനും നല്ലതല്ലേ, ഇഞ്ചിയല്ലേ. അപ്പോൾ ശർക്കരയിലുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നാളെ ഒരു പുതിയ വെറൈറ്റി പായസമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും എന്നോട് പറയാറുണ്ട് എനിക്ക് പായസം തരാറില്ല. എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ കാണാം പായസം ടേസ്റ്റ് ചെയ്യാതെ അതിന് കമൻ്റ് ഇടില്ല. അപ്പോൾ അയാളെ തന്നെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയാളെ കൊണ്ട് ഇന്നത്തെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവനെ കൊണ്ട് ഇന്നത്തെ പായസം ഞാൻ ടേസ്റ്റ് ചെയ്യിപ്പിക്കട്ടെ. കഴിച്ചു നോക്കിയിട്ട് പറയൂ ഏതാ പായസം എന്ന് പറയണേ. എന്തിന്റെ ടേസ്റ്റാ മുന്നിലേക്കുന്നത്? ഇഞ്ചി പായസം. അപ്പൊ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? നല്ല പായസാ. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇല്ലേ? ഇഞ്ചി പായസം അടിപൊളി. ബാക്കിയുള്ള പായസം ടെസ്റ്റ് ചെയ്യാൻ പറയും. ഓക്കെ, ഗുഡ് അടിപൊളി.